രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിന്റെ പിന്നാലെ ഓടിയ LDF കിതയ്ക്കുകയാണ്. ഗർഭം ഒട്ട് കലങ്ങിയതുമില്ല, LDF ഒട്ട് മുന്നേറുന്നുമില്ല എന്നുള്ളതാണ്. UDFിനെ ജനം കാവലായി നിൽക്കുന്നു. 4 കോർപ്പറേഷനുകളാണ് UDF പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലും UDFിന്റെ വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് NDA 28 സീറ്റുമായി ഈ സമയത്ത് മുന്നേറുന്നു. അപ്പോൾ മൊത്തത്തിൽ UDFിന്റെ ഒരു തിരിച്ചു വരവ്, അതായത് ഗർഭം വച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ഗർഭം വച്ചുള്ള കളികൾക്ക് നടന്നിട്ടും പിണറായിക്ക് ആ ഗർഭത്തിൽ അങ്ങോട്ട് വിജയം, ആ കുഞ്ഞങ്ങോട്ട് പുറത്തു വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഗർഭം അങ്ങ് ഏറ്റില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം. കാരണം പാർട്ടിക്കെതിരെ ഒരു വാക്ക് പോലും അയാൾ ശബ്ദിച്ചിട്ടില്ല. അയാൾ അപ്പോഴും മാന്യമായി പാർട്ടിക്ക് എതിരെ ഒരു നിലപാട് പോലും സ്വീകരിക്കാതെ പാർട്ടി പുറത്താക്കിയിട്ടും അയാൾ ആ പാലക്കാടും അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് അയാൾ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഹകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ് UDFിന്റെ ഈ വിജയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് NDA ഭരിക്കുമെന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള അവരുടെ മുന്നേറ്റം ഇപ്പോഴും ഇത്ര നേരം കഴിഞ്ഞിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. UDFിനോ LDFിനോ അങ്ങോട്ട് കടന്നു കയറാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിലൊക്കെ NDA അതിന്റെ സ്ഥാനാർത്ഥിത്വം, പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി കുത്തകയെന്ന് പറഞ്ഞാൽ മറ്റാരും മത്സരിക്കാൻ പോലും തയ്യാറാകാതെ അങ്ങനെയാണ് എതിരില്ലാതെ കുറേ 12 സ്ഥാനാർത്ഥികളെ LDFിൻ്റെ അവിടെ വിജയിച്ചത്, CPMന്റെ തന്നെ സ്ഥാനാർത്ഥികൾ. അങ്ങനെയൊക്കെ അന്തരീക്ഷം ഉണ്ടായിട്ട് അവിടേക്ക് പാപ്പിനിശ്ശേരിയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു NDA ആദ്യമായിട്ട്. കോഴിക്കോട്ട് അവിടെ NDAയുടെ നവ്യ ഹരിദാസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതെ, നിലമ്പൂർ ജയിച്ചു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കൽപ്പറ്റയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുന്നേറ്റം നടത്തി. കാസർഗോട്ട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ CPM അവരുടെ കൈകളിൽ വെച്ചിരിക്കുന്ന പോൾ ഡ്രിഗിങ് നടത്തുന്ന മണ്ഡലങ്ങളാണ്. മറ്റാരും ആരാണ് വിജയിക്കുന്നതെന്നും ആരാണ് മത്സരിക്കുന്നതെന്നും അവർ തീരുമാനിക്കും. മറ്റാരെയും മത്സരിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സീറ്റുകളിലാണ് ഇപ്പോൾ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് NDA മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ മുന്നേറ്റം തടയാൻ, തിരുവനന്തപുരത്തെ മുന്നേറ്റം തടയാൻ ഇതുവരെ LDFിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഈ മുന്നേറ്റം തുടരുമെന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കവടിയാറിൽ മാത്രം ശബരിനാഥന് ഒരു മുന്നേറ്റമുണ്ട്. LDFിന് ഏക പറയാവുന്നത് അതുമാത്രമാണ്. മറ്റിടങ്ങളിലെല്ലാം സീറ്റുകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് NDA. കൂടുതൽ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ ടെൻഡൻസി നമ്മളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിന് മൊത്തത്തിൽ നോക്കുമ്പോൾ തിരുവനന്തപുരം മാത്രമല്ല എല്ലാ ജില്ലകളും നോക്കുമ്പോൾ തീർച്ചയായിട്ടും NDA മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അട്ടിമറികൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. അല്ല സാറേ, UDFിന്റെ ഒരു നില കൂടി നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിച്ച് ചീന്തപ്പെട്ട ഒരു മനുഷ്യൻ ആ പാർട്ടി ഇയാളെ കാരണം ആ പാർട്ടി അധപ്പതിച്ചു പോകും, തോൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദങ്ങൾ, വലിയ അവകാശവാദങ്ങൾ മുഴക്കിയ കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. അയാൾ കാരണം ആ പാർട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഇതിലൂടെ പുറത്തു വരികയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭക്കേസ് 1 ഇഞ്ച് പോലും പാർട്ടി അനക്കിയിട്ടില്ല എന്നുള്ളതല്ലേ ഇതിലെ യാഥാർത്ഥ്യം. അത് തിരിച്ചറിയാനൊക്കെ ജനങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഇനിയെങ്കിലും പിണറായിയും CPM മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. LDF അത്തരത്തിലൊരു ക്യാമ്പയിനാണ് നടത്തിയത്. തങ്ങളുടെ പക്ഷത്ത് ധാരാളം ആളുകൾ, സിനിമാ സംവിധായകൻ, സിനിമാ നടൻ, MLA ആയിട്ടുള്ള സിനിമാ നടൻ, അങ്ങനെ ധാരാളം പേര്, അതുപോലെ തന്നെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ക്രിമിനലാണെന്ന്, ആ ക്രിമിനലാണെന്ന് പറഞ്ഞ ആൾക്കാണ് കോടതി നിരുപാധികം ജാമ്യം. ഏതാണ്ട് നിരുപാധികം സാധാരണ വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ. അതെല്ലാ ജാമ്യം കിട്ടുന്ന പ്രതികൾക്കുള്ള വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ കോടതി തന്നെ, അപ്പോൾ നമ്മുടെ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ CPMന്റെ ആരോപണം അനുസരിച്ചല്ല അവര് ഇതിന്റെ കേസ് ശരിയായിട്ട് പഠിച്ചിട്ടും ഇതൊരു ബലാത്സംഗമാണെന്നുള്ള പ്രചാരണത്തെ സംശയത്തോടെ നോക്കിക്കൊണ്ടുമാണ് അവിടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 കേസിലും ജാമ്യമാണ് ഫലത്തിൽ. ഒന്നിന്റെ അറസ്റ്റ് തടഞ്ഞു, മറ്റൊന്ന് ജാമ്യം അനുവദിച്ചു. അപ്പോൾ അദ്ദേഹം പാലക്കാട്ട് വന്ന് വോട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ എതിർപ്പിനെയും കോൺഗ്രസ്സുകാരെ തന്നെ എതിർത്ത് ആ എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ട്. അത് മാന്യത. താൻ ഇത്രയും നാളെ പ്രവർത്തിച്ച, തന്നെ ജയിപ്പിച്ച ജനങ്ങളോടുള്ള, പാർട്ടിയോടുള്ള തന്റെ ഒരു സ്നേഹവും ബഹുമാനവും നിലപാടും അത് കൃത്യമായി അയാൾ പാലക്കാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയില്ല. UDF ഇത് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം ശരിയാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് UDFിന്റെ വിജയത്തിന് പിന്നിൽ എന്നുകൂടി UDF മറക്കാതിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബൂത്ത് തലത്തിൽ പോലും
പ്രവർത്തനം നടത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. മാറ്റങ്ങളിലും വല്ലാത്തൊരു ഇതാണ് സാർ. ബ്ലോക്ക് പഞ്ചായത്തില് ഗ്രാമപഞ്ചായത്തില് 362 UDF, 69 പല കോർപ്പറേഷനുകളും സ്വന്തമാക്കിയിരിക്കുകയാണ്. തൃശ്ശൂർ ഉൾപ്പെടെ അതെ 4 കോർപ്പറേഷനാ പിന്നെ UDF സാർ 4 കോർപ്പറേഷനാണ് കിട്ടിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി 50 എണ്ണമാ, മറ്റവർക്ക് 31 ഉള്ളൂ. 50 മുനിസിപ്പാലിറ്റി. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മുഖ്യമന്ത്രി ആരാണ് എന്ന് മാത്രം UDF തീരുമാനിച്ചാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ നടപടിയെടുത്തില്ലായിരുന്നു, അയാളെ സംരക്ഷിച്ചിരുന്നു, ഇതിലും കൂടുതൽ ഒരു വോട്ട് കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും യൂത്ത് ബ്രിഗേഡ് കുറച്ചുകൂടെ ആക്റ്റീവായനി, തമ്മിൽ തല്ലും പടലപിണക്കവും. അതുപോലെ പാർട്ടി രാഹുലിനെ ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ഇതിലും കുറച്ചുകൂടി കൂടുതൽ വോട്ട് രാഹുൽ മാങ്കൂട്ടം വഴി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ കെ സുധാകരനെ അവിടെ നിന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട യാതൊരു കാര്യമില്ല. കുറച്ചുകൂടെ ആവേശം വിതയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടും ഈ വോട്ട് ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ മെടുക്കുകൊണ്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് CPM-നോടുള്ള അവരുടെ ഭരണവിരുദ്ധ വികാരമാണ്. നോക്കൂ, ഗൾഫിലെ എല്ലാ സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രി പോയതെന്തിനാ? ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ട ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ മാറി മാറി യാത്ര ചെയ്ത് ഫണ്ട് സമാഹരിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആഗോള സംഗമം നടത്തിയതിന്റെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ വസ്തുതയാണ്. അവിടെ പത്തനംതിട്ടയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന NDA ആണ്. ആഗോള സംഗമവും അവിടെ എന്താ പറയുന്നത്, ചതുർവിഭവ സമൃദ്ധ സദ്യയും ഒരുക്കി കൊടുത്തിട്ട് യാതൊരു വിശേഷവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം തന്നെ അവിടെ പത്തനംതിട്ടയിലെ മുന്നേറ്റത്തിന് കാരണം തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഉറപ്പായിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ NDAയും കൊച്ചി കോർപ്പറേഷൻ LDFും പിടിച്ചിരിക്കുന്നു എന്നുള്ള. കോഴിക്കോട് കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ UDFും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഏതാണ്ട് ഇപ്പോൾ LDFും. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഒരു കോർപ്പറേഷൻ NDA ആദ്യമായിട്ട് കേരളത്തിൽ സ്വന്തമാക്കുകയാണെന്നുള്ള വസ്തുതയിലേക്കാണ്. പിന്നെ സ്പീഡ് വളരെ കുറവാണ്. 29 സാർ, മറ്റൊരു 15 തന്നെ നിൽക്കുന്നുണ്ട്. UDF 12. സ്പീഡ് അത്ര പോരാ. അതാ ഞാനും ആലോചിക്കുന്നത്. ഈ ഒരു സമയത്തൊരു 30-35 വരെ എത്തേണ്ടതാണ് അല്ലേ? നമ്മളിപ്പോ പറയുന്ന സമയം റിസൾട്ട് വരേണ്ട 12 മണിയാകുമ്പോൾ ഒരു കൃത്യമായ ഒരു പിന്നെ നില നമുക്ക് മനസ്സിലാക്കാൻ ഒരു കൃത്യമായ ഒരു എന്താ പറയുക, ഈ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇതുണ്ടാവുമല്ലോ, അതിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അങ്ങനെയാണ് അവകാശപ്പെട്ടത്. മാധ്യമങ്ങളുമല്ല, AER പോലുള്ള മാധ്യമങ്ങൾ അരമണിക്കൂറിനകം നമുക്ക് അത് റിസൾട്ടിന്റെ ഒരു ഏകദേശം വിവരം കിട്ടുമെന്നാണ്. റിസൾട്ട് നമുക്കിപ്പോ പറയാൻ പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. മനസ്സിലായി? എന്താണ് ഈ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇനി അപ്ഡേറ്റ് ചെയ്യാത്തതായിരിക്കുമോ സാർ? എന്തായിരിക്കും ഇതിന്റെ ഒരു എന്തായാലും UDFന്റെ ഒരു മുന്നേറ്റം? ഇപ്പൊ കൊച്ചിയിലൊക്കെ അവര് ആഘോഷം തുടങ്ങി കഴിഞ്ഞു സാർ. കൊച്ചി കോർപ്പറേഷനിലൊക്കെ ആഘോഷം നടക്കുന്നുണ്ട്. UDFന്റെ ആഘോഷം തുടങ്ങി. ഇവരെ ഔദ്യോഗികമായിട്ട് സൈറ്റ് നോക്കി പറയുന്നതുകൊണ്ടാണ് അത് എപ്പോഴും അത് വളരെ ഭദ്രമായിട്ട് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷമേ അതിന്റെ റിസൾട്ട് പറയാറുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ അർത്ഥം അവിടെ പിന്നെ അവിടെ കൗണ്ടിങ് ഈ സ്ഥലത്തിരിക്കുന്ന ആൾക്കാരല്ല ഇതിന്റെ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആഘോഷം വരുന്നത്. അല്ലാതെ ഇപ്പൊ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ആരെങ്കിലും അപ്പൊ ഈ നമ്മുടെ ചാനലുകളുടെ വേഗക്കുറവാണ്. ജോസ് കെ മാണിക്കൊക്കെ വൻ തിരിച്ചടിയാ. ജോസ് കെ മാണിയൊക്കെ എന്താ പറയേണ്ടത് ഈ സമയത്ത്? നമ്മൾ UDFന്റെ പിന്നെ ജോസ് കെ മാണിക്ക് CPM-ലോട്ട് പോയി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് CPM-ലോട്ട് പോയിട്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ സാർ. മകൻ വരെ ഇറങ്ങിയെന്ന് തോന്നുന്നു ഇത്തവണ. പക്ഷേ എല്ലാം പൊട്ടിപ്പോയി എന്നുള്ളതാണ്. കൊല്ലം കോർപ്പറേഷൻ UDF ആണ് സാർ. കൊല്ലം കോർപ്പറേഷൻ UDFനാണ്. കോട്ടയായിരുന്നു. അതെ, ഇത്തവണ ഈ CPM വിചാരിച്ച ഒരു ഗർഭം കൊണ്ട് എല്ലാം നേടാന്നു. ഗർഭമൊന്നും ഇതൊക്കെ ആളുകൾക്ക് തന്നെ അറിയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെണ്ണ് കേസ്, ഗർഭം, ഇതൊക്കെ പിന്നെ സ്ഥിരം നമ്പറുകളാണെന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു. തിരിച്ചടി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശബരിമലയിലെ മോഷണം, സ്വർണ്ണക്കൊള്ള, സ്വർണ്ണവേട്ട, അത് വലിയൊരു തിരിച്ചടി. പിന്നെ ചെന്നിത്തലയെ കൊണ്ട് വാ തുറപ്പിക്കാൻ UDF സമ്മതിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മിണ്ടിപ്പോരുതെന്ന് ചെന്നിത്തലയോട് മാറ്റി വെച്ചിരിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ എങ്ങാണ്ട്, ഇന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു SITക്ക് മുന്നിൽ എത്തുള്ളൂ. ഇന്നോ നാളെയോ ആണ്. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ തെളിവെടുക്കണ്ടെന്ന് പറഞ്ഞ ചട്ടം കെട്ടി. രമേശ് ചെന്നിത്തലയുടെ വാ അടച്ചു വെക്കാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. അതുകൊണ്ട് ശബരിമല എന്തായാലും ചെന്നിത്തല അത്രയും ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷെ ഇനിയാണ് UDF ജയിക്കുമ്പോഴേ സാർ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ മുൻ MLA PT കുഞ്ഞഹമ്മദ്, അദ്ദേഹത്തിന്റെ പേരിലുള്ള FIR എടുത്തിട്ടില്ല, മാറ്റിവെച്ചു. അത് മാത്രമല്ല സാർ, ഈ UDF എന്നിട്ട് അതെ UDF ജയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ തമ്മിത്തല്ലിനി കാണണമല്ലോ എന്നുള്ളതാണ്.
അതല്ലേ ഇവന്മാർക്ക് ഈ അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടി ഇനി നമ്മളിത് കാണണ്ടേ? ഇതല്ലേ പ്രശ്നം. ഒരു നിലപാടില്ലാത്ത ഒരു പാർട്ടിയായി പോയി UDF എന്നുള്ളതാണ്. മറ്റേത് പിന്നെയും പ്രശ്നമില്ല, അത് പിണറായി ഒന്ന് പിന്നെ കണ്ണുരുട്ടി കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇവിടെ അതല്ലല്ലോ, ഒരു 10 പേര് മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു വരുമെന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ട്. പക്ഷെ അവിടെയാണ് ഇനി അധികാരത്തിന് വേണ്ടി ഈ കിടന്ന് പട്ടി എല്ല് കഷ്ണത്തിന് കടിപിടി കൂടും പോലെയുള്ള യുവമാരുടെ കടിപിടി കാണാനാണ് ഇനി ജനങ്ങൾക്ക് വയ്യാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പറയട്ടെ, വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം, അല്ലേ സാർ? അതെ, തിരുവനന്തപുരം BJP ആണെന്ന് ഉറപ്പിച്ചു എന്നാണ് പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് തന്നെയാണ് പറയുന്നത്. ജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് ഇപ്പോഴും അത് പറയാവുന്ന ഒരു പരിപാടി. വേറൊരു ഇതുള്ളത്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡ് LDF പിടിച്ചെടുത്തു എന്നതാണ്. പോട്ടെ, അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. എന്നാലും വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.